അതെങ്ങനെ ഞാൻ എൻട്രി എടുത്തു, ഏത് സ്ട്രൈക്ക് പ്രൈസ് ഞാൻ എടുത്തു, എന്തുകൊണ്ട് ഞാൻ ആ സ്ട്രൈക്ക് പ്രൈസ് എടുത്തു എന്നതൊക്കെ ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇസ്രായേൽ ഇറാൻ വാറൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് കാരണമാണ് നമുക്ക് ഈ ക്രൂഡിലും ഈ ഗോൾഡിലും ഉണ്ടായിട്ടുള്ള സ്പൈക്കും അതിൽ നിന്ന് ഹ്യൂജ് പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കിയതും. ഓൾമോസ്റ്റ് ലൈക്ക് 20 ലാഖിലധികം നമ്മൾ ക്രൂഡിൽ നിന്ന് മാത്രം നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചു. ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി വീഴുമ്പോഴത്തേക്ക് IT സെക്ടറാണ് പിടിച്ചു നിൽക്കുന്നത്. എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിൽ ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാ ക്യാനിലും എൻട്രി ക്യാനിലല്ല, എല്ലാ ക്യാനിലും നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ചെയ്തിട്ടല്ല ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. Hey all, this is Merit here, your coach, your mentor, your trainer in trading. ഈ ഒരു മാസം ജൂൺ മാസം കുറെ അധികം പ്രോഫിറ്റ് നമുക്ക് തന്നു. നമുക്കറിയാം ഇസ്രായേൽ ഇറാൻ വാറൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് കാരണമാണ് നമുക്ക് ഈ ക്രൂഡിലും ഈ ഗോൾഡിലും ഉണ്ടായിട്ടുള്ള സ്പൈക്കും അതിൽ നിന്ന് ഹ്യൂജ് പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കിയതും. ലാസ്റ്റ് ഒരു 2 വീക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 20 ലാഖിലധികം നമ്മൾ ക്രൂഡിൽ നിന്ന് മാത്രം നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചു. തിരിച്ച് നമുക്ക് സ്റ്റോക്കിൽ ഇല്ലായിരുന്നു, ട്രേഡ്സോ കാര്യങ്ങളോ വരുന്നില്ല. അപ്പം ഞാൻ ഈ റീസെന്റ് ഇന്ന് ലൈവ് പോയ സമയത്താണ് നമ്മൾ ഈ ഒരു ഇൻഫോസിസിൽ നമ്മൾ ഈ ഒരു ട്രേഡ് കാണുന്നത്. ഞാൻ കുറച്ചധികം വർഷങ്ങളായിട്ട് കാണുന്ന ഒരു കോറിലേഷൻ അതാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി വീഴുമ്പോഴത്തേക്ക് IT സെക്ടറാണ് പിടിച്ചു നിൽക്കുന്നത്. അതിൽ തന്നെ നമ്മളെ ഒന്നുകൂടെ പിടിച്ചു നിർത്തി കൊണ്ടുപോകുന്നത് ഇൻഫോസിസ്, TCS, വിപ്രോ, ടെക്കം ഈ പറയുന്ന സ്റ്റോക്കുകളാണ്. ഇതിൽ ഇന്ന് നമുക്ക് നല്ലൊരു എൻട്രി എനിക്ക് കാണാൻ സാധിച്ചു. അതെങ്ങനെ ഞാൻ എൻട്രി എടുത്തു, ഏത് സ്ട്രൈക്ക് പ്രൈസ് ഞാൻ എടുത്തു, എന്തുകൊണ്ട് ഞാൻ ആ സ്ട്രൈക്ക് പ്രൈസ് എടുത്തു എന്നതൊക്കെ ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ജസ്റ്റ് ലൈക്ക് ഫുള്ളി ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എടുക്കാനോ കാര്യങ്ങളോട്ടോ ഒന്നും പോകരുത്. ഇത് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്, അനദർ ഡിസ്ക്ലൈമർ. അപ്പൊ നമ്മൾ നേരെ വരികയാണെങ്കിൽ ഞാൻ നോക്കി ഈ ഒരു സർട്ടൻ റേഞ്ചിൽ നിന്ന് ഡെയിലി ടൈം ഫ്രെയിമിലാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു സ്വിംഗ് ട്രേഡറാണ്, ഞാൻ സ്റ്റോക്ക് ഓപ്ഷനിൽ സ്വിംഗ് ട്രേഡറാണ്, അതും ഓപ്ഷൻ ബയ്യർ ആണ് ഞാൻ മെയിൻലി ആകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു സർട്ടൻ ലെവലിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു സർട്ടൻ ലെവലിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയായിരുന്നു ചെയ്തത് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഞാനപ്പോൾ ഇച്ചിരി ഒന്ന് ഇയർലി എൻട്രി ആയിട്ടാണ് ഞാനിവിടെ കൊടുത്തത്. കുഴപ്പമില്ലാതെ നമുക്ക് ആ ഒരു ഇയർലി എൻട്രി കിട്ടുകയും അത് വർക്കൗട്ട് ആകുകയായിരുന്നു ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് പാറ്റേൺ, വേറൊരു ചാർട്ട് പാറ്റേൺ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണെന്ന് ആർക്കെങ്കിലും ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സി ഹിയർ ഓൾറെഡി ഉണ്ട് ഇല്ലേ? 1 2 3 4 and 5. ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ വരികയാണെങ്കിൽ എന്തായിരിക്കും ഫോം ആകുക? അതായത് ഒരു ബുള്ളിഷ് റിവേഴ്സലാണ്, ബുള്ളിഷിലേക്ക് മാർക്കറ്റ് പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്ക് 1637 35 റേഞ്ചിലാണ്, 35-37 റേഞ്ചിലാണ് ഞാൻ എൻട്രി എടുക്കാനായിട്ട് വന്നത്. ആ സമയത്ത് ഓൾമോസ്റ്റ് ഏറ്റവും ക്ലിയർ നിയറസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന നമ്മളുടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ജൂലൈ നെക്സ്റ്റ് മന്ത് എക്സ്പയറി ആണ് എടുത്തത്. ഇന്ന് ജൂൺ 17th ആണ്. നെക്സ്റ്റ് മന്ത് ജൂലൈയിലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്, ജൂലൈ 31st. എങ്ങനെ പോയാലും ഒരു 1.5 മാസത്തോളം ഉണ്ട്. 1620 കോൾ ഓപ്ഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബൈ ആവറേജ് 72ലാണ്, 74.35 കറന്റ് നിൽക്കുന്നു. ഇന്ന് വാങ്ങിച്ചതല്ലേ ഉള്ളൂ. ആൻഡ് കറന്റ് ഇവിടെ ഒരു ക്രൂഡ് ട്രേഡ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 6 മണി ആകുന്നതേ ഉള്ളൂ. അപ്പം വൈകുന്നേരം 11:30 വരെ ഉണ്ടല്ലോ കമ്മോഡിറ്റി മാർക്കറ്റ്. അത് ഇങ്ങനെ പുഷ് ആയിക്കൊണ്ടിരിക്കുന്നു, റൺ ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഹിയർ നമ്മൾ കുറച്ച് ട്രേഡ്സ് എടുത്ത് പോകുന്നു. എനിവേ നമ്മൾ ടോട്ടലി ഒരു 35,000 ഇന്ന് പ്രോഫിറ്റിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സർട്ടൻ റേഞ്ചിൽ നിന്ന് 80ത്തിലാണ് എടുത്തത്. 80ത്തിൽ നേരെ എടുക്കുകയായിരുന്നു ചെയ്തത്. 1620 കോൾ ഓപ്ഷൻ എടുത്തു, 80ത്തിൽ എടുക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇനി ടാർഗറ്റ് ഫിക്സ് ചെയ്ത പല രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതൊരു ലോവർ ഹൈ, ഈ ഒരു സർട്ടൻ റേഞ്ചിൽ നേരത്തെ റിജക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സോണിൽ നിന്ന് റിജക്ഷൻ നടക്കാൻ പ്രോബബിലിറ്റി ഉണ്ട് എന്ന് വെച്ച് ഞാൻ ചാടി ഇറങ്ങുമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർട്ടൻ റേഞ്ചിൽ എപ്പോൾ ഇത് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് എടുത്ത് എൻട്രി പോയിന്റിലോട്ട് വെക്കും. സോ ദാറ്റ് എനിക്ക് ബ്രേക്ക് ഈവനിൽ നിൽക്കാൻ പറ്റും. ട്രെയിൽ ചെയ്യാനായിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിൽ ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഓൾറൈറ്റ്. അപ്പം അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 1920 ആണ് നമുക്കുള്ളത്. 1920 ആണ്. അതായത് ഈ ഒരു ഹൈയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനിയും വേറെയും ഒരു രീതിയിൽ കൂടെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കാം? ഈ ഒരു ലെറ്റ്സ് എ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ടാർഗറ്റ് എങ്ങനെ കൺസിഡർ ചെയ്യുക? ഇവിടം തൊട്ട്, അതായത് ഈ ഹെഡ് തൊട്ട് നെക്ക് ലൈൻ വരെയുള്ള
ഇത്രയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയും ബ്രേക്ക് ഔട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കണ്ടോ ഇവിടം വരെ പോകാം. പക്ഷെ അത്രയും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇച്ചിരി കൺസർവേറ്റീവ് ആയിട്ട് ഈ പ്രൈസ് ആക്ഷൻ്റെ ബേസ് കൂടെ വന്നിട്ടുള്ള ഈ ലെവലിൽ ഞാനത് കൺസിഡർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. വളരെ കുറച്ച് ജസ്റ്റ് ലൈക്ക് 2000 ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. ഒരു 5 ലോട്ട് മാത്രമാണ് ഞാൻ അതിൽ അവിടെ എടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ്, ട്രേഡാണ്. അപ്പം ഇതാണ് നമ്മളുടെ സിഗ്നിഫിക്കൻറ്റ് ക്യാൻഡിൽ. എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഒരു സിഗ്നിഫിക്കൻറ്റ് ക്യാൻഡിൽ. നമ്മൾ എൻട്രി ക്യാൻഡിൽ എന്നൊക്കെ പറയും. എല്ലാ ക്യാൻഡിലും എൻട്രി ക്യാൻഡിൽ അല്ല, എല്ലാ ക്യാൻഡിലും നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ചില ക്യാൻഡിലുകളുണ്ട്, അതിലാണ് ഞാനിത് കൺസിഡർ ചെയ്തത്. ഇനി നമുക്കൊരു പോസിറ്റീവ് കോറിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ നിഫ്റ്റി ഐറ്റിയിലേക്ക് പോവുകയാണ്. നിഫ്റ്റി ഐറ്റിയിലും ഞാൻ ഇത് തന്നെയാണ് കാണുന്നത്. കണ്ടോ ഇവിടെ നമുക്കൊരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ നിഫ്റ്റി ഐറ്റിയിൽ. ഇനി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റി ഐറ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ്നെസ് നമുക്ക് തരുന്നുണ്ട്. ഇനി ഈ ഐ.ടി സെക്ടറിൽ തന്നെ റീസെന്റ് നിൽക്കുന്ന ബാക്കി സ്റ്റോക്സുകൾ നോക്കിക്കേ. ഇത് കണ്ടോ TCS നമുക്കൊരു ബുള്ളി സൈഡിലേക്ക് പുഷ് തരുന്നുണ്ട്. അടുത്തത് വിപ്രോയ്ക്ക് റീസെന്റ് ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും അത് നല്ല റാലി തന്നുകൊണ്ടിരിക്കുന്നു. ടെക്കം, HCL ടെക് ഇതൊക്കെ നല്ലൊരു റാലിയിലാണ് നിൽക്കുന്നത്. HCL ടെക് ഈ സ്റ്റോക്സുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു ബുള്ളി സൈഡിലോട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കൂടെയാണ് നമുക്ക് ഇത് പുഷ് തരും എന്നുള്ളൊരു രീതിയിൽ, അതായത് നമ്മളുടെ ഇൻഫോസിസ് നമുക്ക് പുഷ് തരും എന്നുള്ള രീതിയിൽ. ഇനിയും വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് BEL പോസിറ്റീവ് കോറിലേഷനിലാണ് നിഫ്റ്റി ആയിട്ട് പോകുന്നത്. നിഫ്റ്റി മുന്നോട്ട് കയറുമ്പോൾ BEL കയറുന്നു, സൂപ്പർ. പക്ഷേ ഇൻഫോസിസ് നെഗറ്റീവ് കോറിലേഷനിലാണ് പോകുന്നത്. സോ ദാറ്റ് എനിക്ക് ഏതെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്കത് കുഴപ്പമില്ല, റൈറ്റ്. പിന്നെ ഈ കമ്മ്യൂണിറ്റി മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് മാത്രം നമുക്ക് അറൗണ്ട് ഒരു 73,000 പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് അതിന്റെ വഴിക്ക്, അത് വേറെ, റൈറ്റ്. ബട്ട് എന്നാൽ ഇത് രണ്ടുമാണ് ഞാനൊരു പോസിറ്റീവ് കോറിലേഷൻ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ക്രൂഡും ഇന്ത്യൻ മാർക്കറ്റും തമ്മിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ക്രൂഡിന്റെ പ്രൈസ് ഇത്രയും കയറുമ്പോഴത്തേക്ക് ഇന്ത്യൻ മാർക്കറ്റ് താഴത്തേക്ക് ഇടിയുന്നുണ്ട്. സോ ഒരു നെഗറ്റീവ് കോറിലേഷൻ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ എൻ്റെ ഈ ഒരു വീഡിയോയുടെ പർപ്പസ് നമ്മൾ ഇൻഫോസിസിൽ നമ്മൾ എങ്ങനെ എൻട്രി എടുത്തു, എന്തായിരുന്നു നമ്മളുടെ അതിനുള്ളിലുള്ള ഒരു തേജോ വികാരം എന്തായിരുന്നു, അതാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഹൈ ഉണ്ടോ, ഇത് ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടുന്ന് എടുത്തു. സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഈ റേഞ്ചിൽ നമുക്ക് കൺസിഡർ ചെയ്യാന്നേ പോട്ടെ. ഞാനതൊരു 50 മിനിറ്റ് വിടുന്നു, 1 അവർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് സ്റ്റിൽ സസ്റ്റെയിൻ ചെയ്യും. ഒരു 10 പോയിന്റ് താഴത്തേക്ക് എന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. എനിക്ക് മാക്സിമം ലോസ് വന്നു കഴിഞ്ഞാൽ 20,000 എബോ മാത്രമേ വരുന്നുള്ളൂ. അതിൽ അത്യാവശ്യം ഒരു നല്ല ക്യാപിറ്റൽ നമുക്ക് അവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 20 lakh പ്ലസ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണത്. സോ ഇൻ ദാറ്റ് കേസ് നമുക്കത് വലിയൊരു പ്രശ്നം അല്ല, ആ ഒരു 20,000 റിസ്കിൽ വെക്കുന്നത്. ഇങ്ങനെ വേണം നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ചെയ്തിട്ടല്ല ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു സ്റ്റോക്കിനെ പറ്റി ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. ആൻഡ് ഓൾസോ നമുക്ക് ഇനി നോക്കാം ഈ ഒരു സ്റ്റോക്ക് ഇച്ചിരി നാൾ കഴിയുമ്പോൾ എക്സ്പയറി ആകുമ്പോൾ ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്. ഇടയ്ക്കൊക്കെ ഞാൻ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വേറെ എന്തെങ്കിലും ഒരു വീഡിയോ, എന്തെങ്കിലും ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.